ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം രാത്രി മുതൽ ഇസ്രയേലിന്റെ കനത്ത വ്യോമാക്രമണം ആരംഭിച്ചിരിക്കുന്നു. ഓപ്പറേഷൻ തുടരുകയാണ് എന്നാണ് IDF അവരുടെ ഒഫീഷ്യൽ ട്വിറ്റർ ഹാൻഡിലിൽ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഹൂത്തി ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും ഇസ്രയേലിന് നേർക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു. ഇതിന് തിരിച്ചടിയായിട്ടാണ് നാളിതുവരെ ഹൂത്തികൾക്ക് നേരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമെന്ന് IDF തന്നെ പറയുന്നു. പ്രധാന തുറമുഖങ്ങളെല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. 13 മാസങ്ങൾക്ക് മുമ്പ് ഹൂത്തികൾ പിടിച്ചെടുത്തിരുന്ന ഒരു കപ്പൽ, ഗാലക്സി ലീഡർ എന്ന കപ്പൽ മോചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഹൊദൈദ, റസിസ്, സാലിഫ് തുറമുഖങ്ങളാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. പൂർണ്ണമായി തന്നെ തുറമുഖങ്ങൾ തകർത്തു കഴിഞ്ഞിരിക്കുന്നു. റാസ് കാൻട്രിബ് എന്ന് പറയുന്ന ഒരു പവർ സ്റ്റേഷനും ഇസ്രായേൽ തകർത്തിട്ടുണ്ട്. ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് വേണ്ടി വന്നാൽ ഇറാൻ മോഡൽ ആക്രമണം തങ്ങൾ പരിഗണിക്കും. ഇറാനിൽ 12 ദിവസം ഞങ്ങൾ നടത്തിയ പോലത്തെ ആക്രമണം ഹൂത്തി കേന്ദ്രങ്ങളിൽ ഞങ്ങൾ നടത്തും എന്നാണ് ഇപ്പോൾ IDF അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ ശക്തമായ രീതിയിലുള്ള ഒരു വ്യോമാക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ ഈ യമനിൽ നടത്തുന്നത്. യമനിന്റെ പല ഭാഗങ്ങളിലായിട്ട് നടത്തുന്നു. അതിനിടയിൽ ഈ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയ ശേഷമാണ്, അറബി ഭാഷയിൽ തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയത്. മുന്നറിയിപ്പ് നൽകിയതിന് ശേഷമാണ് തങ്ങൾ ഈ ആക്രമണം നടത്തിയതെന്ന് കൂടി IDF അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഹമാസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിരിക്കുന്നു. ഏതാണ്ട് 85% ഹമാസ് ലീഡർമാരെയും ഹമാസിന്റെ ആ പ്രവർത്തകരെയും ഒക്കെ ഇല്ലാതാക്കാൻ ഇസ്രായേൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ ശ്രദ്ധ ഹൂത്തികളിലേക്ക് തിരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഹൂത്തി പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ നേർക്ക് വലിയ രീതിയിൽ തന്നെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. ഈ ഡ്രോണുകൾക്കും ബാലിസ്റ്റിക് മിസൈലുകൾക്കും ഒക്കെ പിന്നിൽ ഇറാനാണ് എന്നാണ് ഇസ്രായേൽ കരുതുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.